Assalamu alaikum. Principles of Islamic economic. The 10 types of principles. ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് റിയൽ ഓണർ. അള്ളാഹ് ഈസ് ദ റിയൽ ഓണർ ഓഫ് എവ്രിതിങ്. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാന സിദ്ധാന്തം എല്ലാറ്റിൻ്റെയും യഥാർത്ഥ ഉടമ അള്ളാഹു ആണെന്നതാണ്. സോഴ്സസ് ഓഫ് വെൽത്ത്. ആകാശത്തിലും ഭൂമിയിലും ഉള്ള എല്ലാ സമ്പത്തുകളും വിഭവങ്ങളും അള്ളാഹുവിനെയാണ് ഉൾപ്പെടുന്നത്. മനുഷ്യർ ഈ സമ്പത്തിന്റെ വിശ്വസ്തർ അല്ലെങ്കിൽ പരിപാലകരാണ്. റൈറ്റ് ടു ഏൺ. വ്യക്തികൾക്ക് അവരുടെ സ്വന്തം കഠിനാധ്വാനവും വ്യക്തിപരമായ പരിശ്രമവും വഴി സമ്പത്ത് സമ്പാദിക്കാനും ഉപയോഗിക്കാനും അവകാശമുണ്ട്. ഈക്വൽ ആക്സസ്. അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കാൻ എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശമുണ്ട്. നോ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. ഭൂമി പോലുള്ള സ്വത്തുക്കളോ വിഭവങ്ങളോ ദീർഘകാലം ഉപയോഗിക്കാതെയോ ഫലശൂന്യമായി നിലനിർത്താനോ അനുവദനീയമല്ല. ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇസ്ലാമിക നിയമപ്രകാരം നിയമാനുസൃത അവകാശികൾക്കിടയിൽ വിതരണം ചെയ്യണം. അവകാശികൾ ഇല്ലെങ്കിൽ ആ സ്വത്ത് പൊതുക്ഷേമത്തിനായി സർക്കാർ ഏറ്റെടുക്കണം. സർക്കുലേഷൻ ഓഫ് വെൽത്ത്. സമ്പത്ത് ഏതാനും ആളുകളുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കരുത്. നീതിയും സമത്വവും ഉറപ്പാക്കുന്നതിനായി അത് സമൂഹമാകെ സഞ്ചരിക്കണം. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് മാൻ ആൻഡ് ഹിസ് പൊസിഷൻ. ഖുർആൻ പ്രകാരം അള്ളാഹു മനുഷ്യരെ ഭൂമിയിലെ തന്റെ പ്രതിനിധികളായി അഥവാ ഖലീഫയായി നിയോഗിച്ചിരിക്കുന്നു. അതായത് മനുഷ്യർ ഭൂമിയുടെ ഉടമകളല്ല, മറിച്ച് പരിപാലകരാണ്. അള്ളാഹു മനുഷ്യരെ ഏറ്റവും ഉത്തമമായ രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നന്മയും തിന്മയും തിരിച്ചറിയാനും തിരഞ്ഞെടുക്കാനും കഴിയുന്ന ബുദ്ധിശക്തി അവർക്ക് നൽകിയിട്ടുണ്ട്. മനുഷ്യർക്ക് അവകാശങ്ങൾ ഉള്ളതുപോലെ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അവർ അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കണം. കൂടാതെ മറ്റു മനുഷ്യരുടെയും അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളുടെയും അവകാശങ്ങൾ മാനിക്കണം. അള്ളാഹു വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യർക്ക് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മനുഷ്യർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർ ഉത്തരവാദികളാണ്. നല്ല പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും, ചീത്ത പ്രവൃത്തികൾക്ക് ശിക്ഷ ലഭിക്കും. ഈ ഉത്തരവാദിത്വ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ ഭൂമിയിൽ സ്ഥിരതാമസക്കാരായി അല്ല, യാത്രക്കാരായി ജീവിക്കണം. മനുഷ്യരുടെ യഥാർത്ഥവും അന്തിമവുമായ വാസസ്ഥലം. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് വെൽത്ത് ആൻഡ് റിസോഴ്സസ്. സമ്പത്തും വിഭവങ്ങളും സംബന്ധിച്ച കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കുന്നത്. മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ ധാരാളം സമ്പത്തുകളും വിഭവങ്ങളും അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ജലം, ആഹാരം, ഭൂമി എന്നിവ പോലെ മനുഷ്യരുടെ ജീവിതത്തിന് നേരിട്ട് സഹായിക്കുന്ന വിഭവങ്ങളെ യഥാർത്ഥ വിഭവങ്ങൾ അഥവാ ആക്ച്വൽ റിസോഴ്സസ് എന്ന് വിളിക്കുന്നു. മനുഷ്യർ പരിശ്രമിച്ച് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനകരമാകുന്ന വിഭവങ്ങളെ പൊട്ടൻഷ്യൽ റിസോഴ്സസ് അഥവാ സാധ്യതാ വിഭവങ്ങൾ എന്ന് പറയുന്നു. ഓരോ വ്യക്തിയും കഠിനമായി പ്രവർത്തിക്കാനും സമ്പത്ത് സമ്പാദിക്കാനും വിഭവങ്ങൾ ഉപയോഗിക്കാനും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ അത് അള്ളാഹു അനുവദിച്ച രീതിയിൽ മാത്രമേ ആകാവൂ. എന്താണ് അനുവദനീയമായത് അഥവാ ഹലാലായത് എന്നും എന്താണ് അനുവദനീയമല്ലാത്തത് അഥവാ ഹറാം എന്നും അള്ളാഹു വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് എത്രയും കൂടുതൽ സമ്പത്ത് സമ്പാദിക്കാം, എന്നാൽ അത് അള്ളാഹു നിശ്ചയിച്ച പരിധിക്കുള്ളിലായിരിക്കണം. അടുത്ത നാലാമത്തെ പ്രിൻസിപ്പിളാണ് എക്കണോമിക് ട്രസ്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ്. ഇനിക്വാലിറ്റി ഓഫ് റിസോഴ്സസ്. അള്ളാഹു മനുഷ്യർക്കിടയിൽ സമ്പത്തും വിഭവങ്ങളും സമമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് അനീതിയായി കാണുന്നില്ല, മറിച്ച് ലോകജീവിതത്തിന്റെ സ്വഭാവമായാണ് ഇതിനെ കാണുന്നത്. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ ജീവിത സാധനങ്ങൾ ഉള്ളതിന്റെ ഫലമാണിത്. ദ കോൺസെപ്റ്റ് ഓഫ് ട്രസ്റ്റ്. സമ്പത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമോ കരുണയോ ദൈവദത്തമായ കഴിവുകൾ, ഭാഗ്യം, അനുകൂല സാഹചര്യങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നത്.
ആയി കണക്കാക്കുന്നതിനാൽ അത് ഒരു വിശ്വാസമായി അഥവാ അമാനത്ത് ആയാണ് പരിഗണിക്കുന്നത്. സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ നിങ്ങളല്ല, നിങ്ങൾ അതിന്റെ പരിപാലകനാണ്. ഷെയറിംഗ് ദ സർപ്ലസ്. ഒരു വ്യക്തിക്ക് ഒരു നിശ്ചിത കാലയളവിൽ തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കപ്പുറം ലാഭമോ സേവിങ്സോ അഥവാ അധിക സമ്പത്തോ ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗം സഹമനുഷ്യർക്ക് നൽകണം. ഇത് ദരിദ്രരുടെയോ ആവശ്യമുള്ളവരുടെയോ നിയമാനുസൃത അവകാശമായി കണക്കാക്കപ്പെടുന്നു. സാധാരണയായി ഇത് സകാത്ത് അല്ലെങ്കിൽ സ്വതക്ക പോലുള്ള മാർഗങ്ങളിലൂടെ നടപ്പാക്കപ്പെടുന്നു. നെക്സ്റ്റ് അഞ്ചാമത്തെ പ്രിൻസിപ്പിളാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഒരു സമൂഹത്തിൽ വസ്തുക്കളും സേവനങ്ങളും എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, വിതരണം ചെയ്യുന്നു, ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഒന്നാമത്തെ പ്രൊഡക്ഷൻ. ഇസ്ലാമിൽ ഹാനികരമായതോ നിഷേധിച്ചതോ ആയ വസ്തുക്കളും സേവനങ്ങളും നിർമ്മിക്കാൻ അനുവദനീയമല്ല. സമൂഹത്തിന് ആവശ്യവും ഉപകാരവുമുള്ള വസ്തുക്കൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കാവൂ. വ്യക്തിപരമായ ലാഭമല്ല, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളാണ് പ്രാധാന്യം. രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ. ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ നീതിപൂർവം ഉൽപ്പാദനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വിതരണം ചെയ്യണം. വിതരണം നീതിയും ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചായിരിക്കണം. ചൂഷണം അനുവദനീയമല്ല. മൂന്നാമത്തേത് കൺസപ്ഷൻ. മനുഷ്യർ വസ്തുക്കൾ മിതമായി ഉപയോഗിക്കണം. ഇസ്ലാം സംഭരണം, മാലിന്യം, അധികമായ ആഡംബരം എന്നിവ നിരുത്സാഹപ്പെടുത്തുന്നു. സ്വയം നിയന്ത്രണവും മിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നു, എങ്കിലും സുഖകരമായ ജീവിതം നിഷേധിക്കുന്നില്ല. നെക്സ്റ്റ് ആറാമത്തെ പ്രിൻസിപ്പിളാണ് ട്രേഡ് ആൻഡ് ബിസിനസ്. വ്യാപാരവും ബിസിനസ്സും ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിലെ ആറാമത്തെ പ്രിൻസിപ്പിളാണ്. വ്യാപാരത്തെയും ബിസിനസ്സിനെയും സംബന്ധിച്ചുള്ളതാണ്. സമ്പദ് വ്യവസ്ഥയിൽ ഇതിൽ വളരെ പ്രധാന പങ്കുണ്ട്. അതിനാൽ അല്ലാഹു കച്ചവടത്തെ അനുവദനീയമാക്കുകയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ഇഷ്ടപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചൂഷണങ്ങളും അതിക്രമങ്ങളും തടയുന്നതിനും കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ചില അടിസ്ഥാന നിബന്ധനകൾ ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നു. പരസ്പരം സമ്മതത്തോടെയും ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കാത്ത രീതിയിലുമായിരിക്കണം കച്ചവടം നടത്തേണ്ടത്. വ്യാപാരത്തിലും ബിസിനസ്സിലും ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കുക എന്നത് നിർബന്ധമാണ്. ഖുർആനിലും ഹദീസിലും വ്യക്തമായി നിരോധിച്ച വസ്തുക്കളോ സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് വിശുദ്ധമായ കാര്യങ്ങളോ കച്ചവടം ചെയ്യാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് റോൾ ആൻഡ് നേച്ചർ ഓഫ് മണി. മണി ഹാസ് എ മീഡിയം, നോട്ട് എ കമ്മോഡിറ്റി. പണം ഒരു ഇടപാട് നടത്താനുള്ള ഉപാധി മാത്രമാണ്. അത് ഭക്ഷണം, വസ്ത്രം പോലുള്ള വസ്തുവല്ല. പണം നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. മറ്റു വസ്തുക്കൾ വാങ്ങുമ്പോഴാണ് പണത്തിന് വില ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ദ പ്രോബ്ലം ഓഫ് ബാർട്ടർ. വ്യത്യസ്ത തരം സാധനങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ അവയുടെ മൂല്യം നിശ്ചയിക്കാൻ പ്രയാസമാണ്. ഈ പ്രശ്നം പരിഹരിക്കാനാണ് പണം ഒരു അളവുകോലായി ഉപയോഗിക്കുന്നത്. അടുത്തത് യൂണിഫോമിറ്റി. വസ്തുക്കളുടെ ഗുണനിലവാരം വ്യത്യസ്തമായിരിക്കാം, പക്ഷേ പണം എല്ലായിടത്തും ഒരേ മൂല്യമുള്ളതാണ്. പിന്നെ അതിൻ്റെ സമ്മറി. പണം ഒരു അളവുകോൽ മാത്രമാണ്, വിൽപ്പനയ്ക്കുള്ള വസ്തുവല്ല. അതിനാൽ പണം ഉപയോഗിച്ച് ലാഭമുണ്ടാക്കാൻ വ്യാപാരം ചെയ്യരുത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ പലിശ നിരോധിച്ചിരിക്കുന്നത്. അടുത്തത് ഡെറ്റ് ഇൻ ഇസ്ലാം. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിലെ എട്ടാമത്തെ തത്വമാണ് കടത്തെക്കുറിച്ചുള്ള, അതായത് ഡെറ്റിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. കടമുണ്ടാകുന്നത് രണ്ട് വഴികളിലൂടെയാണ്. ഒന്ന്, ഒരു സാധനം വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ അതിൻ്റെ പണം പിന്നീട് നൽകാം എന്ന വ്യവസ്ഥയിൽ, അതായത് ഡിഫേർഡ് പേയ്മെൻറ്റ് വാങ്ങുന്നത് വഴി. രണ്ടാമത്തേത്, ഒരാൾ മറ്റൊരാളിൽ നിന്ന് നേരിട്ട് പണം കടം വാങ്ങുന്നത് വഴി, അതായത് ഫിനാൻഷ്യൽ ലോൺ വഴി.
ഈ രണ്ട് രീതിയിലുള്ള കടത്തെയും ഇസ്ലാം ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. അറബിയിൽ ഇതിനെ ദെയിൻ എന്ന് വിളിക്കുന്നു. ഈ വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം തന്നെ കീഴ്പ്പെടുക അല്ലെങ്കിൽ വിനയം കാണിക്കുക എന്നതാണ്. ഇസ്ലാം കടം വാങ്ങുന്നതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലാതെ കടം വാങ്ങുന്നത് ഒഴിവാക്കാൻ ഇസ്ലാം പ്രേരിപ്പിക്കുന്നു. കടം വാങ്ങിയിട്ട് അത് തിരിച്ചടക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ തിരിച്ചടക്കണം എന്ന ഉദ്ദേശ്യം ഇല്ലാതെ കടം വാങ്ങുന്നതോ വലിയ പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഖുർആനിലും ഹദീസുകളിലും കടം വാങ്ങുന്നതിനെക്കുറിച്ചും അത് വീട്ടാനുള്ള പ്രാർത്ഥനകളെക്കുറിച്ചും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. സ്വന്തം പണം ചിലവാക്കുന്ന ഒരാളുടെ സ്വഭാവവും കടം വാങ്ങി ചിലവാക്കുന്ന ഒരാളുടെ സ്വഭാവവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കടം ഒഴിവാക്കുന്നതാണ് ശരിക്കും ഉത്തമം. അഥവാ വാങ്ങേണ്ടി വന്നാൽ അത് കൃത്യമായി വീട്ടണം എന്ന കടുത്ത നിർദ്ദേശം ഇസ്ലാം നൽകുന്നു. അടുത്ത പ്രിൻസിപ്പിൾ സക്കാത്ത് ആൻഡ് ചാരിറ്റി. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിലെ 9ാമത്തെ തത്വമാണ് സക്കാത്തും ദാനധർമ്മങ്ങളും. സക്കാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വർധനവ്, ശുദ്ധീകരിക്കൽ അല്ലെങ്കിൽ പരിശുദ്ധമാക്കൽ എന്നാണ്. അല്ലാഹുവിൻ്റെ പ്രീതിയും അനുഗ്രഹവും ലഭിക്കുന്നതിനായി ഒരാൾ തൻ്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണിത്. ഒരാളുടെ പക്കലുള്ള അധിക സമ്പത്തിൽ നിന്നും ഒരു നിശ്ചിത ഭാഗം സമൂഹത്തിലെ പാവപ്പെട്ടവർക്കായി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. എല്ലാ സമ്പത്തിൻ്റെയും യഥാർത്ഥ ഉടമ അല്ലാഹുവാണെന്നും മനുഷ്യർ ആ സമ്പത്തിൻ്റെ സൂക്ഷിപ്പുകാർ അതായത് ട്രസ്റ്റീസ് മാത്രമാണെന്നുമുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഈ തത്വം വരുന്നത്. ഇത് നിർബന്ധിതമായ ബാധ്യതയാണ്, അതായത് ഒബ്ലിഗേറ്ററിയാണ്. ഒരു നിശ്ചിത അളവ് സമ്പത്ത് അതായത് നിസാബ് കൈവശമുള്ളവർ വർഷാവസാനം ഇത് നൽകിയിരിക്കണം. ഇത് ഓപ്ഷണൽ ദാനധർമ്മമാണ്. അല്ലാഹുവിൻ്റെ പ്രീതിക്കായി പാവപ്പെട്ടവരെ സഹായിക്കാൻ വ്യക്തികൾക്ക് സ്വമേധയാ ഇത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പത്ത് കുറച്ച് ആളുകളുടെ കൈകളിൽ മാത്രം കുമിഞ്ഞുകൂടുന്നത്, അതായത് മൊണോപ്പൊളി തടയുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. സമ്പന്നരിൽ നിന്ന് പാവപ്പെട്ടവരിലേക്ക് പണം ഒഴുകുന്നു എന്ന് ഇത് ഉറപ്പാക്കുന്നു. ഇതിൻ്റെ അവകാശികൾ ഫക്കീർ, ദരിദ്രർ, മിസ്കീൻ, അഗതികൾ തുടങ്ങിയ അർഹരായ 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് നൽകേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ സ്വന്തം സമ്പത്ത് അടുത്തത് റിവാർഡ് ആൻഡ് സക്സസ്. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിലെ 10ാമത്തെ തത്വമായ പ്രതിഫലത്തെയും അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, പ്രതിഫലവും വിജയവും. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് ലാഭം, വ്യക്തിഗത വികസനം, സംതൃപ്തി എന്നിവ പ്രധാനമാണ്. എന്നാൽ ഇവയേക്കാൾ ഉപരിയായി പരലോക ജീവിതത്തിലെ വിജയത്തിനാണ് ഇസ്ലാം മുൻഗണന നൽകുന്നത്. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം സ്വർഗവും ശാശ്വതമായ വിജയവുമാണ് യഥാർത്ഥ ലക്ഷ്യം. ദൈവികമായ തത്വങ്ങൾ പാലിക്കുന്നത് ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ ഐശ്വര്യവും പുരോഗതിയും നൽകുന്നു. ഇനി അടുത്തത് ഇസ്ലാമിക് എക്കണോമിക്സ് എന്നാൽ എന്ത്? ലളിതമായി പറഞ്ഞാൽ ദൈവിക മാർഗനിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ മനുഷ്യൻ്റെ സാമ്പത്തിക പെരുമാറ്റങ്ങളെ പഠിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ശാസ്ത്രമാണിത്. ഇതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം ഒന്ന്, അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വബോധവും മറുപടി നൽകാനുള്ള കടമയും. പിന്നെ മ്യൂച്വൽ ട്രസ്റ്റ്, പരസ്പര വിശ്വാസം. പിന്നെ ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ്, തുല്യതയും നീതിയും. പിന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും തുല്യ അവസരം. ചുരുക്കത്തിൽ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിലെ എല്ലാ നിയമങ്ങളും തത്വങ്ങളും മനുഷ്യരാശിയുടെ നന്മക്കും ഉന്നമനത്തിനും വേണ്ടിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. താങ്ക് യു.